എന്താ കളിയാ ഇനി ഒരിക്കലും ഈ കോളേജിലേക്ക് മടങ്ങി വരില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നെന്തിനാ? ഞാൻ സാധാരണ അങ്ങനെയാ, ചിലത് മാറ്റി പറയാറുണ്ട്. വന്നിട്ട് നീ ഗീതയെ കണ്ടായിരുന്നോ ആര്യ? ഇല്ലടി, ഇനി മുതൽ ഞാൻ ഗീതയെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ കാരണം അവൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഗീതയുടെ ഇഷ്ടമൊക്കെ പോയോ? ഏയ്, ഇഷ്ടത്തെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. Bloody fool. Don't you have any shame or what? Bloody, you come to college for this? Just see your face in the mirror and look at your clothes. How dare you tell me I love you? Your parents sent you to the college for this? Idiot. Romeo, bloody fool idiot. Mind your own business, okay? എന്താ മോനെ, വൺ സൈഡ് ലവാ? വൺ സൈഡ് ലവേഴ്സ് ഇങ്ങനെ കരയാൻ പാടില്ലെന്ന് അറിയില്ലേ? വൺ സൈഡ് ലവ് പോലെ റോയൽ ലവ് ഈ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല. നമ്മൾ പ്രേമിക്കുന്നു, അതായത് പ്രേമം അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മൾ കൊടുക്കുന്നവരാ, കൊടുത്തിട്ടാ തിരിച്ചു വയ്ക്കുന്നത്. നമ്മളാണ് അപ്പർ ഹാൻഡ്. വൺ സൈഡ് ലവ് അല്ലേ ഇപ്പോൾ ബെറ്റർ. വൺ സൈഡ് ലവ് അല്ലേ ഇപ്പോൾ ബെറ്റർ. Bullseye! Arya! 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 Hey, ജംഗിലക്ക 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 ആര്യ, നീ സക്സസ്. നിന്റെ ലവ് സക്സസ്. ദേ കല്ല് കപ്പിനകത്ത് തന്നെ വീണു. നീ എന്താ ഇങ്ങനെ കുന്തം വിഴിഞ്ഞതുപോലെ നിൽക്കുന്നത്? എറിയുമ്പോ ഞാൻ ഒന്നും വിചാരിച്ചില്ലടാ. അയ്യോ, ഒന്നും വിചാരിച്ചില്ലായിരുന്നോ? ഛേ, എന്തെങ്കിലും ഒന്ന് വിചാരിച്ചുകൂടായിരുന്നോടാ? ആലിംഗ പഴുത്തപ്പോ കാക്കയ്ക്ക് വാപ്പുണ്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇത്. സോറിടാ. എന്ത് സോറി? പേടിക്കണ്ട, ഇതിന്റെ ലക്ഷണം പ്രതീക്ഷിക്കാതെ നിന്റെ ലവ് സക്സസ് ആവുന്നതാണ്. ഇത് ചിലപ്പോ ശരിയാവൂടാ. അയ്യയ്യേ, ദ ഗ്രേറ്റ് റണ്ണിംഗ് റേസ് ചാമ്പ്യൻ ആര്യയുടെ തലയിൽ ബിയർ ഒഴിച്ചിട്ട് ഇവിടെ ആർക്കും ഒരു ഫീലിംഗും ഇല്ലെന്നോ? നിനക്ക് ഫീൽ ചെയ്തോടാ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തോ? അപ്പൊ ആർക്കും ഫീൽ ചെയ്തില്ലടാ. എടാ, നിനക്കെങ്കിലും ഫീൽ ചെയ്യണ്ടടാ. ഫീൽ ചെയ്യടാ. അല്ല, ഈ കപ്പിൽ കല്ല് വീണാൽ നിന്റെ ലവ് സക്സസാ? നോക്ക്, നീ എത്ര റണ്ണിംഗ് റേസ് ജയിച്ചാലും ഗീതയുടെ മനസ്സ് മാത്രം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഗീതയെ നീ അങ്ങ് മറന്നേക്ക്. എന്താ സാറൊന്നും പറയാത്തത്? എന്തെങ്കിലും പറയൂ സാർ, നീ വലിയ ഡയലോഗ് വീരനല്ലേ. ഇല്ല ബോസ്, ഇനി ഒരിക്കലും നിങ്ങളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. അത് പറ്റില്ല, നീ ഡിസ്റ്റർബ് ചെയ്യണം. എന്നാലും ഞങ്ങൾക്കൊരു ത്രില്ല് ഉണ്ടാവും. എനിക്ക് വേണ്ടി നിന്റെ ക്യാരക്ടർ ഒന്നും മാറ്റണ്ട, പഴയതുപോലെ തന്നെ മതി. ബോസ്, ഗീത നിങ്ങളെ സ്നേഹിക്കുന്നു എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഒറ്റ പ്രാവശ്യം. പക്ഷെ എന്നെ അവൾ വെറുക്കുന്നു എത്ര പ്രാവശ്യം പറഞ്ഞു എന്നറിയോ? ഒരുപാട് പ്രാവശ്യം. അതായത് അവൾ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി എന്നെ വെറുക്കുന്നുണ്ട്. അപ്പോ നിന്നോടുള്ള ഫീലിങ്സിനേക്കാൾ എന്നോടുള്ള ഫീലിങ്സ് ആണ് സ്ട്രോങ്. അതും ചീറ്റിപ്പോയടേ. ഗീത ജീവിതത്തിൽ നിന്നെ മറന്നേക്കും, പക്ഷെ ഒരിക്കലും എന്നെ മറക്കില്ല. മനസ്സിലായല്ലോ? ഏത് വിഷയത്തിൽ അവനോട് എന്നെ വിട്ടേക്കുന്നേ? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, ഗീത നിന്റെ കൂടെ ഉണ്ടല്ലോ. ഇല്ലളിയാ, അവന്റെ അസ്ഥിക്ക് പിടിച്ച പ്രേമ. ഇങ്ങനെ പോയ ഗീതയുടെ മനസ്സ് മാറുമെന്ന് എന്റെ സംശയം. അങ്ങനെ വല്ല സംഭവിച്ച പിന്നെ നമ്മൾ ആരും ജീവിച്ചിരുന്നിട്ട് എന്നെ കാര്യമില്ല. ഇപ്പൊ തന്നെ റണ്ണി റേസ് തോറ്റാണ് തുന്നം പാടിയത് ക്ഷീണത്തില. ഇനി ഇതും കൂടായ കോളേജിലുള്ള എല്ലാരും നമ്മുടെ മുഖത്ത് കാറി കാറി തുപ്പ് നോക്കോ. നീ കിങ്ങോ കോളേജാണ്. അവൻ എന്നെ പോലെയല്ല. അവന്റെ ജീവിതത്തിൽ ഗീത മാത്രമേ ഉള്ളൂ. അവളാണ് അവന്റെ ലോകം. ആ ലോകം ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഗീത അവന് കിട്ടാൻ പാടില്ല. അവളെ വിവാഹം കഴിച്ചിട്ടാണെങ്കിലും ശരി, അവന്റെ മുമ്പിൽ ഞാൻ ജയിക്കും. യെസ്, എനിക്ക് ജയിക്കണം. അണ്ണാ, ഈ വാശിയാ വേണ്ടത്. മറ്റന്നാ വീട്ടിലെന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അന്ന് നിന്റെ ഡാഡിക്ക് ഗീതയെ പരിചയപ്പെടുത്തി കൊടുക്കണം. സ്നേഹിക്കുന്ന പെണ്ണ കല്യാണം നടത്തി തരണമെന്ന് പറയണം. കോളേജ് ഫെയർവെൽ പാർട്ടിക്ക് മുമ്പ് നിങ്ങളുടെ കല്യാണം. താങ്ക് യു. എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാരെയും ക്ഷണിക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും നിന്റെ ഡാഡി നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. പോയി ഗീതയുടെ കാര്യം പറയും. ചെല്ലേ. ഓ, റെഡിയാരോ? നമസ്കാരം നമസ്കാരം. വരണം വരണം. പിന്നെ എല്ലാം ഗ്രാൻഡ് അറേഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ. ബിസിനസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? ഗുഡ് ഗുഡ് ഗുഡ്. ഇങ്ങോട്ട് വാടാ സർ. റെഡിയാരെ മോളെ അകത്തോണ്ട് ഇരുത്തടാ. ചെന്നാട്ടെ ചെന്നാട്ടെ മോളെ. അവൻ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയാലും അവൻ ആരാ ടിക്കറ്റ് കൊടുക്കാതിരിക്കുന്നത്? നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കേ, ഞങ്ങളൊക്കെ പുറകിലില്ലേ. ഞാനൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? യെസ്, മൈ ഫ്രണ്ട്സ്. നമസ്തേ. ഷീസ് ഗീത. ഓ, നീയും ഗീതയും ഇഷ്ടത്തിലാണല്ലേ? എന്താടാ, കല്യാണം കഴിച്ചു തരണോ?
പറയടാ, മടിക്കാതെ പറയടാ. വേണ്ടേടാ? Carry on, my boy. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട്. എൻ്റെ മകൻ അജയ് വിവാഹിതനാകാൻ പോകുന്നു. Come on, my dear boy. പെൺകുട്ടി ആരാന്നറിയണ്ടേ? മിസ് മാനസ. വരൂ മിസ് റെഡ്ഡിയാർ. ഇനി നമ്മൾ സുഹൃത്തുക്കൾ മാത്രമല്ല, ബന്ധുക്കൾ കൂടിയാണ്. വാ മോളെ. അമ്മേ അമ്മേ നോക്കുമോളെ, നിന്റെ അമ്മ ഒരു സാധാരണ സ്കൂൾ ടീച്ചറാ. മകളുടെ പഠിപ്പിനെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ അമ്മയ്ക്കുള്ളൂ. ആരെയും സ്നേഹിക്കുന്ന തെറ്റാണെന്നല്ല അമ്മ പറയുന്നത്. എന്റെ മോളെ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസ. നീ എന്ത് ചെയ്താലും അത് ആലോചിച്ച് ചെയ്യുന്നു എനിക്കറിയാം. എന്നാ എടുക്കുന്ന തീരുമാനം കൊണ്ട് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച അത് താങ്ങാനുള്ള ശക്തി അമ്മയ്ക്കില്ലെന്ന് ഓർക്കണം. കഴിക്കേ. എനിക്കിഷ്ടമല്ല ഡാഡി. ഈ കല്യാണം നടക്കാതിരിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. അവൾ ഇത്തരക്കാരിയാണെന്ന് എനിക്കേ അറിയൂ. വേറെ ആരെയും കിട്ടിയില്ല ഡാഡിക്ക്. നീ ആ ഗീതയെ മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാ. എന്തുണ്ടാ അവക്ക്? ഗീതയുടെ കാര്യം കൊണ്ട് പറയാല്ലേ ഡാഡി. ആ ലിസയെ ഞാൻ കെട്ടിയെടുത്ത കോളേജിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയും അജയ് ആ വേസ്റ്റിനെ കെട്ടി, അജയ് ആ വേസ്റ്റിനെ കെട്ടിയെന്ന്. നീ ആ ഗീതയെ കെട്ടിയാൽ ഈ നാട് മുഴുവൻ പറയും അവതാരം വേശ്യനെ കൊണ്ടുവന്നു, അവതാരം വേശ്യനെ കൊണ്ടുവന്നു എന്ന്. എന്താ മോനെ നീ കാണിച്ചേ? അയ്യോ ചോര. പോയി മരുന്ന് കൊണ്ടുപോടാ. ഓടാ, വേഗം കൊണ്ടുപോവാ. നോക്ക്, ഈ അവതാരം ഒരു തീരുമാനമെടുത്താൽ മാറുന്ന പ്രശ്നമില്ല. ഈ കല്യാണം തന്നെ നടക്കും. സുബു, അവിടെ പേരെന്താടാ? ഗീത. ഗീത. ആ പേര് മറക്കാതെ ഓർക്ക്.